പ്രശാന്തേട്ട, രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് കെ സുരേന്ദ്രൻ. രണ്ടുപേരും രണ്ട് ആശയങ്ങളിലും രണ്ട് പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരാൾ കേരളത്തിൻ്റെ രണ്ടാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദീർഘകാലം CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. മറ്റൊന്ന് കെ സുരേന്ദ്രൻ, നിരവധി തവണ പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കുകയും BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായി നിലവിൽ തുടരുകയും ചെയ്യുന്ന കെ സുരേന്ദ്രൻ. ഇവർ രണ്ടുപേരും രാഷ്ട്രീയ ജീവിതത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളെയും പലതരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്നാണ് അവരിപ്പോൾ നിൽക്കുന്ന. സുരേന്ദ്രനെ സംബന്ധിച്ച് ഇനിയും അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരൻ്റെ വയസ്സ് വെച്ചിട്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഭാവി എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു 80 വയസ്സോളം ആകാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നമുക്ക് ഏകദേശം അറിയാം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും രണ്ട് ഘട്ടത്തിലായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പടിയിറങ്ങാൻ പോവുകയാണ്. ഒരാൾ അത്രയും വയസ്സായിരിക്കുന്നു, മറ്റൊരാൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഏകദേശം അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ആ സ്ഥാനത്ത് നിന്ന് മാറാൻ പോകുന്നു. ഇനി എന്താണ് അവർ മാറുമ്പോൾ എന്ത് സംഭവിക്കും? മാറുമ്പോൾ എന്ത് സംഭവിക്കാനാണ്? ഇപ്പം CPM-നെ സംബന്ധിച്ച പാർട്ടി കോൺഗ്രസ് 2024 ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് തുടങ്ങിയല്ലോ, 24ാം പാർട്ടി കോൺഗ്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് മൊത്തത്തിൽ പാർട്ടിക്കകത്ത് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പം ദേശീയ സെക്രട്ടറിയൊക്കെ ഇനി പുതിയതായിട്ട് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വരെയുള്ള തീരുമാനം വെച്ച് നോക്കുമ്പം പിണറായി വിജയൻ ഇനിയും പാർട്ടിയിൽ ഉണ്ടാവത്തില്ല. കാരണം 75 വയസ്സ് അവർ തീരുമാനിച്ചിരുന്നത്. പിണറായിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോളിറ്റ് ബ്യൂറോ എക്സംഷൻ കൊടുത്തതാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ടതായതുകൊണ്ട് ഒരു വട്ടം കൂടെ തുടരുന്നതിന് വേണ്ടി. ഇപ്പം പിണറായി വിജയനും ഈ ഒരു 75 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞോന്ന് പറഞ്ഞാൽ 82 വയസ്സ് 81 വയസ്സാവും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന ഒരവസ്ഥ വരും. അല്ല 5 കൊല്ലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പം ഇപ്പം തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ടിയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു പാർട്ടി ഉത്തരവാദിത്തങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ മതിയെന്നുള്ള മെമ്പർഷിപ്പിൽ മതിയെന്നുള്ള ഉത്തരവാദിത്തം വരുമ്പോൾ അദ്ദേഹം പാർട്ടിക്കകത്തുനിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അയാൾക്ക് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞ പരിഗണന കൊടുത്തിരുന്നതാണ്. കാരണം മുഖ്യമന്ത്രിയാണല്ലോ, രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ടത്. അപ്പം വളരെ ദീർഘമായ ഒരു രാഷ്ട്രീയ ജീവിതമാണ് പിണറായി വിജയൻ്റെത്. സുരേന്ദ്രനെ നമുക്ക് രണ്ടാമത് പറയാൻ കഴിയും. അപ്പം അദ്ദേഹം ഏതാണ്ട് 17 കൊല്ലം 98 തൊട്ട് അതിന് മുമ്പുള്ള ജീവിതവും വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട MLA 26ാമത്തെ വയസ്സിൽ MLA ആയിരുന്നു. കാരണം വളരെ ഈ പറഞ്ഞതുപോലെ ഒരു മാർഗവുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്ന് വളരെ കഷ്ടപ്പെട്ട് മർദ്ദനവും സമരവും ഒക്കെ ആയിട്ട് വന്ന് ഈ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ഇദ്ദേഹത്തെ മർദ്ദിച്ചെന്ന് കൊല്ലാൻ ശ്രമിച്ചു. അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പം ആ മർദ്ദനത്തിൽ ചോര വരേണ്ട ഷർട്ടുമായിട്ടാണ് എന്നൊക്കെ ഒരു പാർട്ടിക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ച പാർട്ടി കെട്ടിപ്പടുക്കുന്നതും അല്ലെങ്കിൽ ഈ വരെയുള്ള കാര്യങ്ങളിൽ എത്തിച്ചേരുന്നതിനും വളരെ പ്രയത്നം കൊണ്ട് എത്തിച്ചേർന്ന ഒരു നേതാവാണ്. നമ്മളിപ്പോഴും പിണറായി നാളെ വീഴും, മറ്റന്നാൾ വീഴും, അല്ലെങ്കിൽ പിണറായി മൊത്തം കുഴപ്പമാണ്, നടക്കുമ്പോൾ കുഴപ്പമാണ്, ഇരിക്കുമ്പോൾ കുഴപ്പമാണ്, ചിരിക്കുമ്പോൾ കുഴപ്പമാണ്, അല്ലെങ്കിൽ ചിരിക്കുന്നില്ല, മര്യാദയ്ക്ക് പെരുമാറുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണം അദ്ദേഹം വന്ന അദ്ദേഹം കടന്നു വന്ന വഴികളുടെ ഒരു പ്രയാസം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണും. ഒരു പ്രാവശ്യം ആരോ ചോദിച്ചോ പറഞ്ഞ് എനിക്കങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഉണ്ടാകുന്ന ഈ സുഖവും സൗകര്യമൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നതാണെങ്കിൽ അത് വന്ന വഴിയിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ രീതികളും ഒക്കെ മെനഞ്ഞെടുത്ത ഒരു ശരീരവും അല്ലെങ്കിൽ ഒരു മോഭാവവും ഒക്കെ എനിക്കുള്ളത്. എനിക്കങ്ങനെ പെട്ടെന്ന് ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ കേട്ടത്. കാരണം എല്ലാവരും ചിരിക്കുന്ന പോലെ ചിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രയാസത്തിലൂടെയും പ്രശ്നത്തിലൂടെയും വന്ന ഒരു മുഖവും ശരീരഭാഷയൊക്കെയാണെന്ന് പറയുന്നത് കേട്ടുണ്ട്. അപ്പം അന്ന് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ സഹായിച്ചില്ല, ഇന്നും സഹായിക്കുന്നില്ല. ഇപ്പം മാധ്യമങ്ങൾ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് കാരണം ഇപ്പം മാധ്യമങ്ങൾ പിണറായി ഇപ്പം താഴും, പിണറായി ഇപ്പം വീഴുമെന്നുള്ളതല്ല, പിണറായി അടുത്ത പ്രാവശ്യം ഉണ്ടാകത്തില്ല, പിണറായി ഒതുക്കും. ഇതൊക്കെ അവരുടെ പാർട്ടി സംവിധാനത്തെ പറ്റി വളരെ ദീർഘമായിട്ട് അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. പിണറായി ഒതുക്കാനൊന്നുമില്ല. പിണറായി ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവാകും. അല്ലാതെ പിണറായി ഇറക്കി വിടേണ്ട കാര്യമോ അല്ലെങ്കിൽ പിണറായി ഇപ്പോൾ ഒഴിയേണ്ട കാര്യമോ ഒന്നുമില്ല. രണ്ടാമത്തെ ടേൺ മുഖ്യമന്ത്രി സ്ഥാനം കഴിയുമ്പോഴത്തേന് അദ്ദേഹം ഇപ്പോൾ ഒഴിവാകുന്ന ഒരവസ്ഥയ്ക്ക് അദ്ദേഹം പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആളാണ്. CPM-ൻ്റെ ഭരണഘടന അനുസരിച്ച് 75 വയസ്സ് കഴിയുകയും മാത്രവുമല്ല ഈ ഭരണത്തിൽ ഉത്തരവാദിത്വം ഈ
ഉത്തരവാദിത്വം അല്ലെങ്കിൽ മത്സരിക്കുന്നതിനകത്തുള്ള നിയമത്തിനകത്തും ഇനി മത്സരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനല്ലെങ്കിൽ മാറ്റം വരുത്തണം. 2 ടേൺ അടുപ്പിച്ച് മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം വരുമ്പോൾ പിണറായി വിജയൻ ഇനി മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ആവുന്നതിനും വേണ്ടി പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം CPM അധികാരത്തിൽ വന്നാൽ പോലും പിണറായി വിജയൻ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് CPMൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം വളരെ പാർട്ടിയെപ്പറ്റി അറിയാവുന്നവരും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ പോലും പിണറായി ഉണ്ടാകത്തില്ല. അപ്പം ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ പിണറായി ഒതുക്കാനോ ഇറക്കി വിടുന്നതിനോ വേണ്ടിയൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിക്കകത്തെ ഈ പ്രവർത്തനത്തിന് പാർട്ടി അനുവദിച്ചിട്ടുള്ള പ്രായവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനപ്രതിയാവാൻ പാർട്ടി അനുവദിച്ചിട്ടുള്ള സമയവുമൊക്കെ ഈ ഒരു ഈ കാര്യത്തോടു കൂടി തീരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ 2026 ഇലക്ഷന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഇടതുപക്ഷമായിരിക്കത്തില്ല മിക്കവാറും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPMന് അങ്ങനെ ആര് വ്യക്തിക്ക് പ്രാധാന്യമില്ലാത്തതുകൊണ്ട് അവരുടെ പാർട്ടി സംവിധാനത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ അതായത് പിണറായി നമുക്കറിയാം EK നായനാർ ആ ഒരു നേതൃനിരയാൽ സമ്പന്നമായിരുന്ന ഒരു പാർട്ടിയാണ്. EMS, AKG അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ധാരാളം നേതാക്കന്മാർ, പിന്നെ KR ഗൗരിയമ്മ, VS നായനാർ, സുശീല ഗോപാലൻ, TK രാമകൃഷ്ണൻ, T ശിവദാസ മേനോൻ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കന്മാർ. പിന്നീട് വരുമ്പോഴത്തേക്ക് പിണറായി MV രാഘവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ. സ്വാഭാവികമായും പിണറായി വിജയൻ പാർലമെൻ്ററി രംഗത്ത് നിന്ന് മാറിയാൽ അടുത്തത് കോടിയേരി ബാലകൃഷ്ണനാണ് എന്ന്, അല്ലെങ്കിൽ ഈ പിണറായിക്കൊപ്പം എല്ലാ ആളുകൾക്കും സ്വീകാര്യനായ, പൊതുസമൂഹത്തിന് സ്വീകാര്യനായ, പാർട്ടിക്ക് അതീതമായി ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്ന നേതാവാണ് കോടിയേരി. അദ്ദേഹത്തിൻ്റെ മരണം ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ തലയെടുപ്പുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു നേതാവ് പിണറായി പടിയിറങ്ങുമ്പോൾ പിന്നെ ഒരു നേതാവ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആണെന്ന് വളരെ കൃത്യമായിട്ടാണ് ജോണിൻ്റെ നിരീക്ഷണം. കാരണം ഇതുപോലെ ഒരു പാർട്ടി സെക്രട്ടറി CPMന് നമ്മൾ എല്ലാവരും കുറ്റം പറയുമ്പോൾ നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ വധം സമയത്ത് ഈ പാർട്ടി പ്രതിസന്ധിയിലായി പോയതാണ്. കാരണം ഈ പാർട്ടിക്കെതിരെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന എല്ലാവരും തിരിയുകയും പൊതുജനം തിരിയുകയും ചാനലുകൾ, റിപ്പോർട്ടർ ചാനലൊക്കെ ഒരു മാസമാണ് ഇതിനു വേണ്ടി മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ മാറ്റിവെച്ച് പ്രധാനപ്പെട്ട മീഡിയാസ് എല്ലാം ചർച്ച ചെയ്ത് പാർട്ടിയെ അതിൻ്റെ ഏറ്റവും താഴെ ഘട്ടത്തിൽ തോന്നുന്നു പോലും വേരോടെ പറിച്ച് എറിയാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രാപ്തമാക്കുക. കാരണം ആ ഒരു ഈ പറയുന്ന ന്യായത്തിൻ്റെ കൂടെ VS നിൽക്കുന്നത് നമ്മളീ പറയുന്ന മനസ്സിലായി. ജനത്തിൻ്റെ ഇടയ്ക്ക് വളരെ സ്വാധീനമുള്ള ഒരു ജനനേതാവ് ഉൾപ്പെടെ ഒരു സൈഡിൽ TPയെ കൊന്നത് തെറ്റാണെന്നത് രീതിയിൽ നിൽക്കുകയാണ്. അത് മാധ്യമങ്ങളും കൂടെ നിൽക്കുകയാണ്, പൊതുജനം മൊത്തം നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രം പാർട്ടിയെ പിടിച്ചു നിർത്തിയ ഒരു നേതാവാണ് പിണറായി വിജയൻ വന്നിരുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പോകുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നുമില്ല എന്നുള്ള പുള്ളി ഒരു രീതി കണ്ടില്ല. ആ ബോഡി ലാംഗ്വേജും എല്ലാം സംഭവിച്ചു നിൽക്കുകയെന്ന് പിണറായിക്ക് അറിയാം. പക്ഷേ പിണറായിയുടെ ഒരു ആർജവത്തിലുള്ള സംസാരവും ആ ഒരു പുള്ളി മാത്രം നിന്നിട്ട് എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് പിടിച്ചു നിന്ന പാർട്ടിയാണ്. അങ്ങനെ പാർട്ടിയെ പിടിച്ചു നിർത്തുന്നതിനകത്ത് അയാളുടെ ആ ബോഡി ലാംഗ്വേജും ആ കപ്പാസിറ്റിയും വളരെ പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് ഈ പാർട്ടി പൊളിഞ്ഞതിൻ്റെ പാർട്ടിന് പോയിരുന്നു. വളരെ തമാശയായിട്ട് പറഞ്ഞു. അതേ രീതിയിൽ ഒരു പാർട്ടി സംവിധാനം പൊളിയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയാലോ, ബംഗാളിൽ ഒറ്റ സമരത്തിൽ പൊളിഞ്ഞു പോയതാ. അറിയാം, എന്ത് വലിയ ശക്തമായ പാർട്ടി സംവിധാനമായിരുന്നു. പിന്നെ കയറിയിട്ടുണ്ടോ? ഇല്ല. അതും അന്ന് TPയുടെ വിഷയം അത്രയ്ക്ക് ഏറ്റെടുത്തുണ്ടോ? ഈ പിണറായി വിജയൻ അല്ലായിരുന്നു സെക്രട്ടറി എങ്കിൽ അന്ന് ഈ പാർട്ടി പൊളിഞ്ഞേനെ. യാതൊരു തർക്കവും കരുതി വേണ്ട. അതിനകത്ത് ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാലും അപ്പോൾ അതേ രീതിയിൽ കരുത്തനായ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെയായി ജോണി പറഞ്ഞതുപോലെ അതിനുശേഷം വരുന്ന സെക്രട്ടറിമാർ ശോഭിക്കുന്നില്ല. പക്ഷേ അവർക്ക് പ്രവർത്തനത്തിൻ്റെ കുറവല്ല, അവരും പ്രവർത്തിക്കുന്നുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി മാറിയിട്ട് പോലും പിണറായി വിജയൻ്റെ കൂടി പാർട്ടി സംവിധാനം ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ പിണറായി നിയന്ത്രിക്കുന്നതൊക്കെ വെളി മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ കാര്യം പിണറായിയുടെ പാർട്ടി സംവിധാനം പിണറായിയുടെ കൂടെ അല്ലെങ്കിൽ ആക്കിയെടുക്കുന്നതിന് പിണറായി ശ്രമിച്ചിട്ടുണ്ടാവുമെങ്കിൽ പോലും അതിനുശേഷവും വേറെ പല സെക്രട്ടറിമാർ വരുമ്പോഴും പിണറായി അവസാനമാകാണ്. പിണറായി അത്രയും കരുത്തുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ നിന്നിട്ട് കാര്യമുണ്ട്, അല്ലെങ്കിൽ നിൽക്കാനാണ് ആഗ്രഹം, കരുത്തുള്ളവൻ്റെ കൂടെ നിൽക്കാനാണ്. അത് ഈ വേണ്ടില്ലേ, പക്ഷികളുടെ കൂട്ടത്തിൽ കരുത്തുള്ളവൻ്റെ കൂടെ, കുരങ്ങിൻ്റെ കൂട്ടത്തിൽ കരുത്തുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരു നേതൃപാടവത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഗുണമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവാണ്. അപ്പോൾ 2026 വീണ്ടും ഈ CPM അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കത്തില്ല വരുന്നത്. പിണറായി ഈ ഒരു
ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അല്ലെങ്കിൽ 2026 അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരിക്കും. പാർട്ടി സംവിധാനത്തിനകത്തൊക്കെ ഈ നമ്മുടെ ഈ പാർട്ടി 24-ാം പാർട്ടി കോൺഗ്രസോടുകൂടി ഉത്തരവാദിത്തങ്ങൾക്ക് ഒഴിയുമെന്നാണ് തോന്നുന്നത്. അപ്പം ഒരു പടിയിറക്കം പിണറായിയുടെ. അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യവാനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രദ്ധേയനാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്. തിളങ്ങിയ വേറൊരു യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഇല്ല. മാത്രമല്ല എത്ര ചെറുപ്പത്തിലാണ് പാർട്ടിയുടെ പ്രസിഡന്റ് ആവുന്നത്. അതിനകത്ത് പിണറായി വിജയനായിട്ട് പുള്ളിക്ക് സ്നേഹം വരുന്നതിന് കുറ്റമൊന്നും പറയാനൊക്കത്തില്ല. കാരണം പുള്ളി ഈ ശബരിമല വിഷയം അത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശരിയല്ലാത്ത തെറ്റായ തീരുമാനമായിരുന്നല്ലോ. പിന്നെ അവർ തിരുത്തിയത് ആ വിഷയത്തിനകത്ത് അത് ഏറ്റെടുത്ത് ശബരിമലയുടെ വിഷയം ജനങ്ങളുടെ മൊത്തവും വിഷയമായിട്ട് മാറുകയും ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയമായിട്ട് മാറുകയും ആ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വിഷയം സുരേന്ദ്രൻ ഏറ്റെടുക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നുകയാണ്. കാരണം സുരേന്ദ്രനാണ്. അങ്ങനെ സുരേന്ദ്രൻ BJPക്ക് അല്ലെങ്കിൽ ഒരു നേതാവാകുന്നത്. കാരണം BJP നേതാവാകുന്നതിനകത്ത് അതുവരെ ഈ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴൊക്കെ ഉള്ളതിനെക്കാട്ടി ഒരു ഗുണം ചെയ്തു. 10 ഒരു കേസ് പിണറായി വിജയനെ ഉണ്ടാക്കി കൊടുത്തു. ആ കേസുകളുടെ പുറത്ത് കേസുകളെ സുരേന്ദ്രനെ ഡെയിലി രാവിലെയും വൈകിട്ട് അറസ്റ്റ് ചെയ്യുന്നു. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന് മാധ്യമങ്ങൾ വിടുമോ? അങ്ങനെ സുരേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ സുരേന്ദ്രൻ വലിയ നേതാവായി, ജനങ്ങളുടെ ഇടയ്ക്ക് വലിയ ആളായി, സ്ത്രീകളുടെ ഇടയ്ക്ക് അമ്മമാർക്കിടയ്ക്കും അയ്യപ്പനെ രക്ഷിക്കുന്ന ആളായി. അങ്ങനെ സുരേന്ദ്രൻ നേതാവായി. പക്ഷേ സുരേന്ദ്രൻ നേതാവായിട്ട് വന്നിട്ടുള്ളതിന് ശേഷം പുള്ളി അതിനകത്ത് ലോകസഭ പാർട്ടിക്കകത്ത് ഗ്രോത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെക്കാട്ടിലൊക്കെ മെച്ചങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും സുരേന്ദ്രന് അതിന് മുമ്പ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും സുരേന്ദ്രൻ വന്നതിന് ശേഷം പാർട്ടിക്കകത്തെ ഗ്രൂപ്പുകൾ സജീവമാണെന്നും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അതുവരെ BJPക്ക് അകത്ത് ഗ്രൂപ്പുള്ള വിഷയം അല്ലെങ്കിൽ BJPക്കകത്ത് പ്രശ്നമുള്ള വിഷയം ഒരുപക്ഷെ നമ്മൾ BJP നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇത് പൊതുജനത്തിനിടയ്ക്ക് ചർച്ചയാണ്. അപ്പോൾ എവിടെ പാർട്ടി സ്ഥാനാർത്ഥി തോറ്റാലും സുരേന്ദ്രൻ്റെ കുഴപ്പമാണ്. എവിടെ പാർട്ടി സ്ഥാനാർത്ഥിയെ ജനം ആഗ്രഹിക്കുന്ന ആൾക്കാർ വന്നില്ലെങ്കിൽ സുരേന്ദ്രൻ മാറ്റിയതാണ്. ഏതായാലും സുരേന്ദ്രൻ മത്സരിച്ചിടത്തെല്ലാം പല ഘട്ടങ്ങളിലും വളരെ ഏറ്റവും കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ മത്സരിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം 2021 തോന്നുന്നു കോന്നിയിൽ മഞ്ചേശ്വരത്ത് മത്സരിച്ചു. മഞ്ചേശ്വരത്ത് ഒരു പ്രാവശ്യം 187 സീറ്റിന് അല്ലെങ്കിൽ വോട്ടിന് അദ്ദേഹം തോറ്റുപോയി. മഞ്ചേശ്വരത്ത് കേരളത്തിലുടനീളം പാർട്ടി ഇല്ലാത്ത സമയത്തൊക്കെ മഞ്ചേശ്വരത്ത് 2000 വോട്ടിന് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയം വളരെ ദീർഘമായിട്ടാണ്. ആ സീറ്റ് പോലും ഇപ്പം അപ്രസക്തമായി അല്ലെങ്കിൽ ചർച്ച ഇല്ലാതായി. സുരേന്ദ്രൻ അല്ലെങ്കിൽ അതിന് ശേഷം അവിടെ ഒരു ആളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകും. അത്രയും കുറഞ്ഞ മാർജിനിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പാലക്കാടിൻ്റെ പുറകെ നടക്കുന്നതിനെക്കാട്ടി എത്രയോ കാലം മുമ്പ് ആ മഞ്ചേശ്വരത്തെ സീറ്റ് ഇത്രയും കുറഞ്ഞ വോട്ടുകൾക്ക് BJPയുടെ കയ്യിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. BJP ഒന്നും അപ്രസക്തമായിട്ടിരുന്ന സമയത്ത് അപ്പോൾ അത് തിരിച്ചുപിടി ആ സീറ്റൊക്കെ എന്നതൊക്കെ നമ്മൾ എത്ര പറയുമ്പോഴും സുരേന്ദ്രന് അതിൻ്റെ ഉത്തരവാദിത്തക്കുറവ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിന് ശേഷം കാസർഗോഡ് മത്സരിക്കുന്നു, 2 വട്ടം മത്സരിക്കുന്നു, പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ മത്സരിക്കുന്നു. ഇപ്പോഴെല്ലാം പാർട്ടി വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതൊന്നല്ലാതെ പാർട്ടി നമ്മളീ പറയുമ്പോൾ പാർട്ടി വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനപ്പുറം പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കുന്നതാണല്ലോ കാര്യം. ഇപ്പം ഒരാൾ മത്സരിക്കുമ്പം 50,000 വോട്ടിന് ജയിച്ചാൽ MP, 5 വോട്ടിന് ജയിച്ചാൽ MP. പക്ഷേ പാർട്ടി ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നിയമസഭയിൽ ഓരാജവാലിൻ്റെ അദ്ദേഹം വന്നതിന് ശേഷം പ്രസിഡന്റ് ആയതിനു ശേഷം ഉണ്ടായത്. അതിനുശേഷം സുരേഷ് ഗോപി മത്സരിക്കുന്നു, അവിടെ ജയിക്കുന്നു. സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ചത് BJPയുടെ നേതൃത്വത്തിലാണെങ്കിലും BJPക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഏറ്റവും അവസാനം ഇപ്പോൾ തെളിയിച്ചതിന് ശേഷം സുരേഷിന് ഇറങ്ങിപ്പോകേണ്ട ഒരു ഭാഗ്യദോഷം കൂടിയുണ്ട്. അതാണല്ലോ ഇപ്പം നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. മറ്റേത് വ്യക്തിയുടെ മാത്രം പ്രാധാന്യത്തിലാണ് അല്ലെങ്കിൽ അതിനുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്താണ് അവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്യുന്നതാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇപ്പം അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാധീനമല്ല പാർട്ടിയുടെ ഗുണമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം 4000 താഴെ വോട്ട് പിടിച്ച് നിന്ന് മത്സരിക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ജനം ഉറ്റുനോക്കിയിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശമായിട്ട് ഏതാണ്ട് 5 ഇരട്ടി വോട്ടിൽ തോക്കുന്നൊരവസ്ഥ വന്നു. അപ്പം വ്യക്തി പ്രാധാന്യം ഉണ്ടല്ലോ. ഏത് പാർട്ടിയും ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കൊടുത്താൽ ജയിക്കത്തക്കോണമുള്ള പ്രാപ്തിയിലേക്ക്
ഇവിടുത്തെ BJP എത്തിച്ചേർന്നില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ BJPയിലെ എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം. കാരണം 20% വോട്ടിനകത്തെ കഴിഞ്ഞ പ്രാവശ്യവും വന്നിട്ടുള്ളൂ. അതും 20% വന്നിട്ടില്ല, 16-നകത്തേ വന്നിട്ടുള്ളൂ. ഒരു പാർട്ടി കൃത്യമായിട്ട് ബാക്കി ഇപ്പം നിൽക്കുന്ന പാർട്ടികളുമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരേ ശക്തിയിൽ മത്സരിക്കണമെങ്കിലാണ് 30%-നകത്ത് 3 പാർട്ടികളും വരണം. അല്ലെങ്കിൽ BJP 30% വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ 30 അല്ലെങ്കിൽ 25 ആയിക്കോളും. ആ രീതിയിൽ വന്നാലേ ഈ പറയുന്ന പോലെ ഒരു പ്രഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേ കേരളം മൊത്തം ആകത്തുള്ളൂ. ആ രീതിയിലേക്ക് പാർട്ടി സംവിധാനം വന്നിട്ടില്ല. അതിനു മുമ്പേ ഇതിനകത്ത് കിടന്ന് കടിപിടി കൂടിയാൽ സംവിധാനത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഇപ്പം ജയിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടി കൃത്യമായ ഒരു പ്രതിരോധ സംവിധാനത്തിലേക്ക് മറ്റു പാർട്ടികളെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് കടിപിടി കൂടി അപകടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് ആദ്യം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾക്കറിയത്തില്ല, വ്യക്തതയില്ല. ഏതായാലും ഈ തോൽവികളുടെ എല്ലാം കാരണം ഇപ്പോൾ BJPക്ക് അകത്തുനിന്നും ചില സ്വരങ്ങൾ സുരേന്ദ്രനെതിരെ വരുന്നു. എന്തായാലും പുറത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ പാർട്ടിയെപ്പറ്റി അത്ര കണ്ടറിയാത്തവരും അനുഭാവം ഉള്ളവരും ഒക്കെ സുരേന്ദ്രനെ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും സുരേന്ദ്രൻ ഇനി 1 മാസം കൂടെ അല്ലെങ്കിൽ എനിക്കൊന്ന് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. 2 ടേൺ അടുപ്പിച്ച് BJPയുടെ ഭരണഘടന അനുസരിച്ച് പ്രസിഡൻ്റായിട്ട് ഇരിക്കാനൊക്കത്തുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് വേറെ പദവികളൊക്കെ അലങ്കരിക്കും. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. ഏതായാലും പിണറായി വിജയൻ്റെ കൂടെ സുരേന്ദ്രനും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. അതായത് 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് ഒരുപക്ഷെ പിണറായി വിജയനും അല്ലെങ്കിൽ സുരേന്ദ്രനും മുഖ്യധാരയിൽ ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.